കണ്ടുനോക്കുമ്പോൾ അതിൻ്റെ എഞ്ചിനും പുറകിലെ ഇതിനൊന്നും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ്. 3 വർഷം വരെ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഈ പ്രണയിച്ച സമയത്ത് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടും ഭയങ്കര ആത്മാർത്ഥ പ്രണയമായിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇവൻ ഗൾഫിൽ പോയി. ഓക്കെ, ഈ പറയുന്ന റെജിൻ ഗൾഫിൽ പോയപ്പോൾ ഈ പെൺകുട്ടി അറിയുന്നു. ഈ റെജിൻ എന്ത് ചെയ്തു, മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹം ആലോചിച്ച് റെഡിയാക്കി അത് വന്നു പറഞ്ഞ കല്യാണം കഴിക്കും. അതായത് ഇവളെ തേച്ചിട്ടാ പോയത്. നമസ്കാരം. മെനിഞ്ഞാന്ന് രാത്രി വന്ന ഒരു അപകടം, ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് കോഴിക്കോട് ചെറുവണ്ണൂര് ഒരു കാറ് കത്തി അതിനകത്ത് 7 മാസം ഗർഭിണിയായ പെൺകുട്ടിയുടെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് നമ്മളൊരു വാർത്ത കേട്ടായിരുന്നു. ആ വാർത്ത ഞാനിവിടെ കൊടുക്കലായിരുന്നു. വാർത്ത ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു, ഗർഭിണിയായ യുവതിക്ക് ദാരുണ അന്ത്യം, ഭർത്താവിന് ഗുരുതര പരിക്ക് എന്ന് പറഞ്ഞൊരു വാർത്തയും സംഭവിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 9:30 സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന പയ്യന്റെ പേര് റിജിൻ ലാൽ എന്നും പെൺകുട്ടിയുടെ പേര് സോന എന്നുമാണ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോ വരുന്ന ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വാർത്ത ഇങ്ങനെയാണ്: കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവം കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല, ദുരൂഹത സംശയിച്ച് അന്വേഷണ സംഘം. ഇതാണ് നിലവിൽ വരുന്ന വാർത്ത. അതുമല്ല, ഇവരുടെ കുടുംബക്കാര് കൃത്യമായിട്ട് ഈ ഭർത്താവ് തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം നടത്തിയിട്ടുണ്ട്. അവർക്ക് നല്ല സംശയമുണ്ട് ഇത് ഭർത്താവ് തന്നെ ആയിരിക്കും ചെയ്തത് എന്നുള്ളത്. അതിന് അവര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. അതായത് ഈ പറയുന്ന സോനയ്ക്ക് 28 വയസ്സാണ്. റിജിൻ ഗൾഫിലാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏതാണ്ട് 1 മാസം മാത്രമേ ആയുള്ളൂ. നമുക്ക് വാർത്ത വെക്കാം. അതിന് മുമ്പ് ഞാൻ ഈ കഥ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അവർ സംശയിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ 1 മാസത്തിനുള്ളിലാണ് വന്നത്. അപ്പോൾ വന്ന് ഇവളെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അവളെ വീട്ടിൽ പോയി ഇവളെ 7 മാസം ഗർഭിണിയാണല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ പറയുന്നതനുസരിച്ച് യവൻ അവിടെ വന്നപ്പോഴേ അടിച്ച് ഫിറ്റായാണ് വന്നത്. ഒന്ന്, അതുമല്ല ഇവര് തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു കലഹം, ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പലപ്പോഴായിട്ട് ഈ പറയുന്ന സോന തന്റെ വീട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവര് എവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി എന്ത് ചെയ്തു, ഇവളെയും വിളിച്ചുകൊണ്ട് പോകുന്നു. അതിന് ശേഷം ഹോസ്പിറ്റലിൽ എന്തോ കാണിച്ചതിന് ശേഷം ഇവരെ വീട്ടിലെത്തണേന് ഏതാണ്ട് ഒരു 20 മിനിറ്റോ എന്തോ, തൊട്ടടുത്ത് 20 മീറ്ററോ അങ്ങനെ എന്തോ, 2 കിലോമീറ്ററോ 20 കിലോമീറ്ററോ അത്രയും വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് പെട്ടെന്നൊരു പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഫോടന ശബ്ദം കേട്ടു. ഇവർ ഓടി വന്നപ്പോൾ ഭർത്താവ് തീക്കുണ്ടമായിട്ട് തൊട്ടടുത്തൊരു തോടുണ്ട്, തോടിനകത്ത് വീണു എന്നുള്ളതാണ് പറയുന്നത്. ഇവരെ ആരോപിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ ഭർത്താവ് തോടിനകത്ത് വീണ ആൾക്കാർ വന്ന് രക്ഷപ്പെടുന്നവിടെ തോടുണ്ട്. അപ്പോഴൊക്കെ ഇവൻ രക്ഷപ്പെടുന്നവരെ ഭാര്യ അതിനകത്ത് ഉണ്ട് എന്നുള്ള കേസ് ഇവൻ പറയുന്നില്ല എന്നുള്ള കേസ്. പിന്നീടാണ് പറയുന്നത് എന്റെ ഭാര്യ അതിനകത്ത് പെട്ടിരിക്കുകയാണ്, അത് സെൻട്രൽ ലോക്ക് ആയിപ്പോയി, അതുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ പെൺകുട്ടി മരിക്കുന്നത്. അതുമല്ല, ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നത് ഈ തീ പടർന്നത് ബാക്കിൽ നിന്നാണ് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ബാക്കിൽ നിന്നാണ് തീ പടർന്നത്. ഷോർട്ട് സർക്യൂട്ട് ഇല്ല, ഈ പെട്രോൾ ടാങ്കിന് ഒരു പ്രശ്നവുമില്ല, വയറിങ്ങിനോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പൊ എങ്ങനെ ഈ തീ പടർന്നു എന്നുള്ളതാണ് അതിനെപ്പറ്റി വലിയൊരു സംഭവം. ഇതിൽ ഏറ്റവും വലിയ ദുരൂഹത നമുക്ക് തോന്നാനുള്ള കാരണം, പോലീസും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. കാരണം ഈ പെൺകുട്ടി ബാക്കിൽ കിടക്കുകയായിരുന്നു. ബാക്കിൽ കിടക്കുക മാത്രമല്ല സീറ്റ് ബെൽറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ബാക്കിൽ കിടന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടത്? സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ബാക്കിൽ പെൺകുട്ടി എന്തിന് കിടന്നു എന്നുള്ളത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് പെൺകുട്ടി മുന്നിലിരുന്നില്ല എന്നാണ് അച്ഛൻ ആരോപിക്കുന്നത്. എന്തുകൊണ്ട് പെൺകുട്ടി മുന്നിലിരുന്നില്ല? ചിലപ്പോൾ ശരിയായിരിക്കും, ചില സൗന്ദര്യപ്പണക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാക്കിൽ ഇരിക്കുക. പക്ഷെ എന്തിന് കിടന്നു എന്നുള്ളതാണ്. 6-7 മാസം ഗർഭിണിയായ പെൺകുട്ടി എന്തിന് ബാക്കിൽ കിടന്നു, എന്തിന് സീറ്റ് ബെൽറ്റ് ഇട്ടു എന്നുള്ളതാണ്. ഇതിനെ കുറിച്ച് നമുക്ക് സംശയം തോന്നാൻ കാരണം ഇവര് മുന്നിലുള്ള ഇവരുടെ കഥയിലേക്ക് പോകണം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ തമ്മിൽ ഏതാണ്ട് 3 വർഷം മുമ്പ് 3 വർഷം വരെ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഈ പ്രണയിച്ച സമയത്ത് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടും ഭയങ്കര ആത്മാർത്ഥ പ്രണയമായിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇവൻ ഗൾഫിൽ പോയി. ഓക്കെ, ഈ പറയുന്ന റിജിൻ ഗൾഫിൽ പോയപ്പോൾ ഈ പെൺകുട്ടി അറിയുന്നു. ഈ റിജിൻ എന്ത് ചെയ്തു, മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹം ആലോചിച്ച് റെഡിയാക്കി അത് വന്നു പറഞ്ഞ കല്യാണം കഴിക്കും. അതായത് ഇവളെ തേച്ചിട്ടാ പോയത്. ഇവളുമായിട്ട് എന്താണ് ഈ പറയുന്ന പ്രേമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇവളെ വലിപ്പിച്ചിട്ട് നേരെ ഗൾഫിൽ പോയിട്ട് ഇവളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടുകാരും ഇവനും ഉൾപ്പെടെ ഉള്ളവർ
തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ സംഘടന ഇവൾ പലവട്ടം റജിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്താണ്, നീ അങ്ങനെ ചെയ്യരുത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നമുക്കറിയാലോ എന്താണ് സംസാരിച്ചിട്ടുള്ളത്. ആ രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നു. റജിൻ ഇതിന് വഴങ്ങുന്നില്ല. എനിക്ക് നിന്നെ വേണ്ട എന്നുള്ള രീതിയിൽ റജിൻ എന്ത് ചെയ്യുന്നു, കട്ടൻ റൈറ്റ് ആയിട്ട് പറയുന്നു. ഇതിൽ മനംനൊന്ത് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പെൺകുട്ടി അവിടെയുള്ള കോഴിക്കോട് അവിടെയുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഈ ആത്മഹത്യാ ശ്രമം അവിടുത്തെ പോലീസിന്റെ ഇടപെടൽ മൂലമാണ് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടത്. അതിനുശേഷം പോലീസ് തന്നെ പറയുന്നത് നിങ്ങളൊരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയുടെ കുടുംബവും ഈ പെൺകുട്ടിയും ചെന്ന് ഇവന്റെ എതിരായിട്ട്, അതായത് റജിന്റെ പേരിൽ ഒരു പരാതി കൊടുത്തു. അതായത് വിവാഹ വാഗ്ദാനം നൽകി തട്ടിച്ചു, മനസ്സിലായോ, പറ്റിച്ചു എന്നുള്ള രീതിയിൽ പീഡനോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. കാരണം ഇങ്ങനെ ഒരു പ്രേമബന്ധം നടന്നിട്ട് ഇവിടെ ഒഴിവാക്കി പോകണമെങ്കിൽ അതും കാണുമായിരിക്കും, മനസ്സിലായോ. അപ്പൊ എന്ത് ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ട് പറ്റിച്ചു എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു, കേസ് കൊടുത്തു. ഇത് കേസായപ്പോൾ ഇവൻ ഈ പറയുന്ന റജിൻ ഇവളെ വിളിച്ച് നല്ല രീതിയിൽ പിന്നീട് ഈ ഒരു കേസ് മാറ്റണം എന്നുള്ള രീതിയിൽ ഇവൾക്ക് നല്ല രീതിയിൽ ഇവൾക്ക് സംസാരിക്കുന്നു. ഇവളുടെ വീട്ടുകാരോ, അതായത് ഈ പറയുന്ന മരിച്ചുപോയ ആരാണ് സോനയോ സോനയുടെ വീട്ടുകാരോ ഇതിന് സമ്മതിച്ചില്ല. നിങ്ങൾ കല്യാണം കഴിച്ച് പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ ഈ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവൻ വീണ്ടും ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്തത്, ഈ പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്തത്. അത് രജിസ്റ്റർ മാരേജ് ചെയ്തതും സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്നാണ് വാർത്ത. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയാതെ ഇവൻ രഹസ്യമായിട്ട്, അതായത് ഇവളത്ത് പറഞ്ഞാൽ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്തുകൊള്ളാം, നീ എന്ത് ചെയ്യണം, ഈ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരറിയാതെ ഈ സോന ചെന്ന് ഇവനെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചതിന് ശേഷം ഇവന് രഹസ്യമായിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ അവിടെ ഒരു കല്ല് കടി ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇവള് പിന്നെ ഗർഭിണിയാകുന്നു. ഇനി അപ്പോഴോ ഗർഭിണി ആയിരുന്നു എന്നൊന്നും അറിയത്തില്ല. എന്ത് ചെയ്യുന്നു, പിന്നീട് ഇവരുടെ വീട്ടിൽ എപ്പോഴും കലഹമാണ്. ഇത് മറ്റു നമുക്കറിയാമല്ലോ, വേച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ അപ്പോഴേ ഇവർ തമ്മിൽ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നിന്നവരാണ്. അപ്പൊ ഇവരുടെ കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവളെ വീണ്ടും കെട്ടിയത്. അപ്പൊ വീണ്ടും ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഭർത്താവ് തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണ് എന്നാണ് ഈ പറയുന്ന വീട്ടുകാര് ആരോപിക്കുന്നത്. അവരുടെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്ക് സ്ഥിരം പ്രശ്നമാണ്. ഈ സ്ഥിരം പ്രശ്നം എപ്പോഴും ഈ പെൺകുട്ടി അച്ഛനും അമ്മയെടുത്തു എന്ന് പറയുന്നുണ്ട്. അന്ന് അവിടെ വന്നപ്പോൾ തന്നെ ഇവൻ 1 മാസം ആയുള്ള ഗൾഫിൽ നിന്ന് വന്നിട്ട് അപ്പോൾ തന്നെ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നമൊക്കെ ആണ്. അന്ന് അവളെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഇവൻ അടിച്ചു വിറ്റായാണ് വന്നത്. അപ്പൊ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവർക്ക് സംശയമുണ്ട് എന്നുള്ളത്. അപ്പൊ വീട്ടുകാർ പറയുന്നത് നമുക്കൊരു ക്ലിപ്പ് വയ്ക്കാം. അവര് കാറ് കത്തിയത് തന്നെ, അത് കാറിന്റെ അവസ്ഥ ഞാൻ കണ്ടാന്ന് വളരെ അവിടെയുള്ള അയൽവാസികളൊക്കെ നാട്ടുകാർ പറഞ്ഞത് ഇത് പിന്നെ നല്ല ശബ്ദത്തോടു കൂടിയ പൊട്ടിയിരിക്കുന്നതെന്നാണ്. അതിൽ കണ്ടുനോക്കുമ്പോൾ അതിൻ്റെ എഞ്ചിനും പുറകിലെ ഇതിനൊന്നും ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ പെണ്ണിന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. പെണ്ണിന്റെ അച്ഛൻ പറയുന്നത് വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെ അവർക്ക് ന്യായമായും സംശയിക്കാം എന്നുള്ളതാണ്. എന്റെ സംശയം, ഈ കാറ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ ഈ കാറ് ഈ പറയുന്ന തീപിടുത്തമുണ്ട്, അതോ നിർത്തിയിട്ടിരിക്കുമ്പോഴാണോ? അത് CCTV പിന്നെ ശ്രദ്ധിക്കേണ്ടി വരും, മനസ്സിലായി. ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പെട്രോളോ മറ്റതോ ഇതെങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് മറ്റൊരു കേസ്. ഇതെങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് ഇനിയിപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിലും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടി ആസൂത്രിതമായി പിന്നെ പ്ലാൻ ചെയ്തിട്ട് നിർത്തിയിട്ട് കലകത്തിന് വല്ല പെട്രോളോ കാര്യങ്ങളോ അവളെ ദേഹത്തെടുത്ത് ഒഴിച്ചിട്ട് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാലേ എവള് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്, എവള് കഴിക്കാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ AC കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവനും തീ പടരാം. ഇപ്പൊ ഇവന് 60% തീ പടർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവനല്ല ആയിരിക്കില്ല ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാറിനകത്ത് ഇരുന്നു കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇവനും തീ പടരാം എന്നുള്ളത്. അതായത് ഫ്രണ്ടിലൊന്നും വലുതായിട്ട് കത്തിയിട്ടില്ല എന്നുള്ളത്. ഈ ബാക്കിൽ എങ്ങനെ കത്തി എന്നുള്ളത് വളരെ ദുരൂഹമായ ഒരു സംഭവമാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്ത, ഇതാ സോനയുടെ ബന്ധുക്കൾ ചില സംശയങ്ങളുമായി രംഗത്ത് വരികയാണ്. ആദ്യം തന്നെ സോന എന്തുകൊണ്ട് പുറകിലെ സീറ്റിൽ കിടന്നു എന്ന കാര്യത്തിലാണ് ഇവർ ദുരൂഹത ആരോപിക്കുന്നത്. 2 പേർ മാത്രം യാത്ര ചെയ്യുന്ന കാറിൽ മുന്നിൽ സീറ്റുണ്ടായിട്ടും സോന പുറകിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കിടന്നത് എന്തിനാണ് എന്ന സംശയമാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. പിന്നെ കാറിന്റെ പുറകിൽ നിന്നുമാണ് തീ ആളി പടർന്നിട്ടുള്ളത്. പ്രദേശവാസികൾ അറിയിച്ചത് പ്രകാരം നാട്ടുകാരെല്ലാവരും സംഭവം അറിയുന്നത് ഉഗ്ര ശബ്ദം കേട്ടതോടെയാണ്.
ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടാണ് പരിസരവാസികൾ അവിടേക്ക് ഓടിയെത്തുന്നത്. ഈ സമയം കൈക്കും വസ്ത്രത്തിനും തീപിടിച്ച് രജിൻലാൽ തോട്ടിലേക്ക് എടുത്തു ചാടുന്നതാണ് ആളുകൾ കണ്ടത്. പിന്നീട് ആളുകളെല്ലാം ചേർന്ന് സമീപത്തെ തോട്ടിൽ നിന്നും വയലിൽ നിന്നും വെള്ളം കോരിയൊഴിച്ച് ഉടൻ തന്നെ തീ അണയ്ക്കുകയും ചെയ്തു. ഈ സമയത്താണ് രജിൻലാൽ ഉള്ളിൽ ഭാര്യയുണ്ട് എന്ന വിവരം പറയുന്നത്. ഇതും സംശയം വർദ്ധിപ്പിക്കുന്നതാണ്. നാട്ടുകാർ ഓടിയെത്തുന്ന സമയത്ത് ഉള്ളിൽ നിന്നും കരച്ചിലോ മറ്റ് നിലവിളികളോ ഒന്നും കേട്ടില്ലായിരുന്നുവെന്നും പറയുന്നു. ഈ കാര്യത്തിലും ബന്ധുക്കൾ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. കാറിന്റെ ഡോർ പൊളിച്ചു നോക്കുമ്പോൾ യുവതി സീറ്റ് ബെൽറ്റ് ഇട്ട് പുറകിലെ സീറ്റിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവത്തിൽ ഇപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇതുകൂടാതെ ഭർത്താവിന്റെ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സോനയുടെ ബന്ധുക്കൾ പറയുന്നു. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും നിലനിന്നിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. കൂടാതെ സോനയെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സമയം രജിൻലാൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. കാറിൽ കത്താതെ ശേഷിച്ച തുണികൾ, ബാഗിന്റെ അവശിഷ്ടം, മൊബൈൽ ഫോൺ, കാറിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ സാമ്പിൾ തുടങ്ങിയവ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. കാർ കത്തി തുടങ്ങുന്ന സമയത്ത് വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി സമീപവാസികൾ പറയുന്നു. ഇതെങ്ങനെയുണ്ടായി എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഓക്കെ, ഇതാണ് അപ്പം ഇതാണ് അവരുടെ ഈ വീട്ടുകാർ സംശയിക്കാനുള്ള കാരണം. ഇതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഏതൊരു വീട്ടുകാരും സംശയിച്ചു പോകും എന്നുള്ളതാണ്. ഇവന് 60% ഇതിനകത്ത് പറയുന്നുണ്ട് ഇവന്റെ കൈകളിലും ഡ്രസ്സുകളിലുമാണ് ഇവന് തീ പടർന്നത് എന്നുള്ളത്. കൈകളിൽ ആദ്യം എങ്ങനെ തീ പടർന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്. എങ്ങനെ ബാക്ക് മാത്രമേ ഇവൻ എന്തിനു കിടന്നു. എനിക്ക് ഏറ്റവും വലിയ എനിക്ക് ദുരൂഹത തോന്നുന്നു ബാക്കിൽ ഇരിക്കുന്നതിൽ എനിക്ക് ദുരൂഹതയൊന്നും തോന്നുന്നില്ല. മേ ബി ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സൗന്ദര്യ പിണക്കമുണ്ടെങ്കിൽ ഭാര്യമാർ പൊതുവെ ബാക്കിൽ തന്നെയായിരിക്കും. പക്ഷെ അവിടെ ഇവർ എന്തിനു കിടന്നു, അവിടെ സീറ്റ് ബെൽറ്റ് ഇട്ട് എന്തിനു കിടന്നു എന്നുള്ളത് വളരെ വളരെ ദുരൂഹരം നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മനഃപൂർവ്വം ഇവൻ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് കിടത്തിയിട്ട് ഇവർ എന്തെങ്കിലും ചെയ്താണ് ഞാൻ പറയുന്നത്. ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അത് നിർത്തിയിട്ടതിന് ശേഷം, കാരണം 9:30-10 മണിയോടെ ആയി, രാത്രിയായി. ആ സമയത്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളത്. അത് ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന തീ പടരുമ്പോൾ മാത്രമാണ് ആൾക്കാർ തിരിച്ചറിയുന്നത്. അപ്പോൾ വലിയൊരു സ്ഫോടന ശബ്ദമൊക്കെ കേട്ട് ആൾക്കാർ ഓടിക്കൂടിയപ്പോൾ ഇവൻ പുറത്തിറങ്ങി തോട്ടിനകത്ത് വന്ന് വീഴുക. തോടാണ്, തോടിനകത്ത് ഇറങ്ങി ഇവൻ വെള്ളം പോയി കഴിയുന്നു. ആൾക്കാർ ആദ്യം വന്ന് യവനെ രക്ഷപ്പെടുന്നു. ഇവ അപ്പോഴൊന്നും വിട്ടുന്നില്ല. ഇവന്റെ എല്ലാ സംഭവവും കഴിഞ്ഞ് ഇവന്റെ തീയൊക്കെ അണഞ്ഞതിന് ശേഷമാണ് ഇവൻ പറയുന്നത് എന്താണ് ഭാര്യ അതിനകത്ത് കുടുങ്ങിപ്പോയി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ ദുരൂഹത പുറത്തു വന്നേ പറ്റുള്ളൂ. അതിൽ വൻ ദുരൂഹതയാണുള്ളത്. നിങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എടുക്കണം. ശരി.